ഗായ്സ് ഇന്ന് ഞാനും ചേച്ചിയും കൂടി നമ്മൾ ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിൽ തട്ടുള്ള മിക്സാണ്. അതിൽ ക്യാപ്സിക്കം ഉണ്ട്, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മാഗിയുടെ കട്ട. ഇനി ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ശകലം കൂടി വയ്ക്കും. എണ്ണ ഒഴിച്ചു. നമ്മളിപ്പം ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പം ക്ലീൻ ചെയ്ത് വെച്ച് ഇറച്ചിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സി ഉപ്പും കൂടി ഒരു ശകലം കൂടി പച്ചക്കറി ഓരോന്ന് പീസായിട്ട് അരിയണം. ക്യാരറ്റ് ഉണ്ട്, കുഞ്ഞൊന്ന് പീസായിട്ട് അരിയണം. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് അരിയണം? നമ്മളെല്ലാം ഇപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ആ പാനിൽ നമ്മൾ ചൂടാക്കിയിട്ടൊക്കെയാണ്. അടുത്ത ഇപ്പുറത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പാനിപ്പം ചൂടാകാൻ നോക്കിയാണ്. ഇതിലോട്ട് എന്താണ് ചേച്ചി ചെയ്യാനുള്ളത്? നമ്മളിപ്പം ഇതിലോട്ട് നമ്മൾ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം, മൊത്തം ഇട്ട് കൊടുക്കണം അല്ലേ? എന്നിട്ട് നല്ല തീ ഒന്ന് ഇത് കുറച്ച് വയ്ക്കണം, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കണം. നമ്മളിപ്പോൾ വെച്ചിട്ട് വന്നാണ് നമ്മൾ മയോണൈസ് മേടിച്ചില്ല കടയിൽ നിന്ന്. നമ്മൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് എല്ലാം ചെയ്യാന്ന് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടോ? മുട്ട വെളുത്തുള്ളീൻ്റെ മേളിപ്പോൾ ഒഴിക്കുകയാണ്. സംഭവം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല നമ്മൾ, പക്ഷേ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ശകലം ഒരു ഉപ്പും കൂടി ഇടണം. നമ്മൾ ഇടുകയാണ്. നമ്മൾ റിച്ച് വാർന്നിരിക്കുകയാണ് പഞ്ചസാരയ്ക്ക് വേണ്ടി. നമ്മൾ അച്ചാമ്മയുടെ ഇപ്പോൾ ഉണ്ട്. ചിക്കൻ ഒരു പരുവായിട്ടുണ്ട്. പരുവെന്ന് പറഞ്ഞാൽ ഒരുവിധമായി. ഇപ്പം എന്തുവാ മാഗിയുടെ ആ മസാലയല്ല എന്ന് പറഞ്ഞാൽ കട്ടേര മസാലേൻ്റെ നല്ല അതൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ശകലം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിനി അടിച്ചെടുക്കണം, നെക്സ്റ്റ് പരിപാടി. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കണം. സാധാരണ വലത്തോട്ടാണ് ഇടത്തോട്ടാണ്. ഇങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് അടിക്കാന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് ഗൈസ്. കട്ടിയായി വരുന്നേ ഉള്ളൂ ഗൈസ്. നല്ല കട്ടിയായി. ഇനി ശകലം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തായാലും നല്ല കട്ടിക്ക് അടിച്ച് കട്ടിയായിരിക്കുകയാണ്. നല്ല കട്ടിക്ക് ഇതായി. മയോണൈസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മളിപ്പോൾ ഉപ്പുണ്ടാന്ന് നോക്കി, ഉപ്പുണ്ട്. ഇനി ഇത് വറ്റണം ഗൈസ്, മെയിൻ പരിപാടി. നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുക്കൂസ് ഉണ്ട്. 10 എണ്ണം മേടിച്ചിട്ടുണ്ട് നമ്മൾ, കോംബോ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ 10 എണ്ണം നമ്മളിനി എന്തുവാ ചേച്ചി നമ്മളിത് ചൂടാക്കാൻ പോവുകയാണ്. ഈ ചൂടായിട്ട് കാണാം. ഞങ്ങളുടെ ചിക്കൻ എന്ത് ചെയ്യാന്ന് വെച്ച് നമ്മളിപ്പം മറ്റേ അതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ്. നമ്മളിപ്പം ഒരുവിധം നല്ല ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ല മസാലയും പിടിച്ച് നമ്മളിപ്പം
ചേച്ചി ഇപ്പോൾ 2 കൈ കൊണ്ടാണ്, ഒരു കൈ കൊണ്ട് എന്തോ ചിക്കൻ അരിയുന്നു, ഒരു കൈ കൊണ്ട് ഇത് കുക്കൂസ് ചൂടാക്കുന്നത്. ഇറച്ചി ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് വെജീസ് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കേരറ്റ് ആദ്യം ആഡ് ചെയ്തു, അത് സവാള, ക്യാബേജ് ഇതാ ഇപ്പോൾ ആഡ് ചെയ്ത് നമുക്ക് ആദ്യം കഴിച്ച് ഇത് ഇളക്കിയിട്ട് അടുത്ത ക്യാബേജ് ഇടാമെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇതിൽ കൂടെ തന്നെ ഇപ്പോൾ സോസും എല്ലാം ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മയോണൈസ് അല്ല ഇതിലും ചില ആഡ് ചെയ്യുന്നു. ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്യാബേജ് നമ്മൾ ഇടായാണ്. കേബേജ് നമ്മളെല്ലാം മറ്റേ മുല്ലപ്പൂവാണ് കഴിപ്പുണ്ട് അരിഞ്ഞിട്ടത്. ഇനി ഇതും കൂടെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് വറ്റിപ്പോകാനായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെ അതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കല്ല്. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ കിടിലം കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ ഇനി മൊത്തം നമ്മൾ ഫുഡിന്റെ വ്ളോഗുകളായിരിക്കും കൂടുതൽ. നമ്മൾ ഫുഡ് ഓരോ നിങ്ങൾ കമന്റ് ചെയ്യുക, എങ്ങനത്തെ ഇങ്ങനെ ഫുഡ് എങ്ങനത്തെ ഉണ്ടാക്കണം, എങ്ങനത്തെയൊക്കെ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സാധനങ്ങൾ ഉണ്ടാക്കുന്ന അതൊക്കെ എങ്ങനത്തെ സാധനം വേണമെന്നോ അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് പറയാം. കൊള്ളാം, അടിപൊളി. ഇനിയും മയോണൈസും കൂടെ ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഒരു പാത്രത്തിൽ നമ്മളെ എന്തുവാ മസാല ഫില്ല് ചെയ്യുന്ന മസാല എല്ലാം എടുക്കുകയാണ്. നമ്മൾ അടുത്ത മയോണൈസും കൂടെ ആഡ് ചെയ്യാണ്. മയോണൈസ് ഇതും കൂടെ ഇട്ട് നമ്മളിപ്പോൾ മിക്സ് അടിക്കുകയാണ്. നല്ല രീതിക്ക് മിക്സ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം മയോണൈസും കൂടെ ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. അത് ചേച്ചി ഉണ്ടാക്കിയതായാലും ഞാൻ മയോണൈസ് എത്രയും ഇതിലും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട അതേ ടേസ്റ്റിൽ തന്നെ മയോണൈസ് കിട്ടി. മയോണൈസ് കഴിക്കുകയാണ്. നല്ല ക്വാണ്ടിറ്റി വയ്ക്കുകയാണ്. നിങ്ങൾ ഓർഡറിന് വേണമെങ്കിൽ നമ്മളിവിടെ ചെയ്തു തരും. ചേച്ചി ഓർഡറിന് ചെയ്തു തരും. ഇപ്പം ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളി. കുറച്ച് ജ്യൂസി ആയാലും അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. ഉണ്ടാക്കിയിട്ട് ആ ചേച്ചിയാണ് അടുത്ത ട്രൈ ചെയ്യാൻ പോണ. എങ്ങനെയുണ്ട്? കിടിലം ഗൈസ്. നമുക്കിനി ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചിട്ട് അവരെ റിയാക്ഷനും കൂടെ നോക്കാം. ഓ ചേച്ചി ഉണ്ടാക്കി സച്ചുനും റിച്ചിനും വേണ്ടി റെഡിയാക്കിയാണ്. ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കി തന്നേക്കാണ്. നമ്മളെ ബാക്കി വന്ന ഇറച്ചി മസാല എല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കി തന്നേക്കാണ്.